അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പുസ്തകങ്ങളുടെ തോഴിയായി സ്ത്രീ ശക്തിയുടെ മാതൃക സൃഷ്ടിക്കുകയാണ് ചാലിശ്ശേരി സ്വദേശി പി.കെ. ശാന്ത. 1956 നിലവിൽ വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ 69 വർഷത്തിന്റെ കാലയളവിൽ ചീഫ് ലൈബ്രറിയനായ ആദ്യ വനിതയായ 56-കാരി ശാന്തയെ ലോക വനിതാ ദിനത്തിൽ പരിചയപ്പെടാം. 2007 ലൈബ്രറിയൻ ഗ്രേഡ് 4 ജോലിയിൽ പ്രവേശിച്ച ശാന്ത നീണ്ട 14 വർഷത്തിനു ശേഷം 2021 സെപ്റ്റംബറിൽ അക്കാദമി ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയനായി. ഈ കാലങ്ങളിലെല്ലാം ഈ തസ്തികയിൽ ഉണ്ടായിരുന്നത് പുരുഷന്മാരായിരുന്നു. ഇത് മാറ്റിയാണ് ശാന്ത ആദ്യ വനിതാ ലൈബ്രറിയനായത്. ചീഫ് ലൈബ്രറിയനായതിനു ശേഷം കഴിഞ്ഞ 4 വർഷത്തിനിടെ അക്കാദമിയുടെ വെബ്സൈറ്റിൽ ലൈബ്രറിക്കായി ഒരു പേജ് തുടങ്ങി ലൈബ്രറിയിലെ 1.5 ലക്ഷം പുസ്തകങ്ങളുടെ വിവരണങ്ങളും ചരിത്രവും ആനുകാലികങ്ങളും ഡിജിറ്റൈസേഷൻ ചെയ്തുകൊണ്ട് പുതുതലമുറയ്ക്ക് ഉപയോഗപ്രദമാക്കിയതും ശാന്തയാണ്. ബാല്യത്തിൽ പുസ്തകങ്ങളുടെ ഇടയിൽ വളർന്ന ശാന്ത അക്കാദമിയുടെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഗ്രന്ഥശാലകളെ പഠനത്തിന്റെയും അറിവിന്റെയും ക്ഷേത്രമായി കണ്ടു. പിന്നീട് അക്ഷരങ്ങൾക്കിടയിലൂടെയായിരുന്നു സഞ്ചാരം. 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന മലയാളത്തിലെ ആദ്യ പുസ്തകം ഉൾപ്പെടെ അക്കാദമിയിലെ അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങളുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ ഓർത്തെടുക്കാനുള്ള അറിവിന്റെ ഖനിയാണ് ശാന്ത. അക്കാദമിയിലെത്തിയതോടെ പഠനകാലത്ത് വായിച്ചറിഞ്ഞ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തികളെ കാണാനും സൗഹൃദം നിലനിർത്താൻ കഴിഞ്ഞതുമാണ് മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് ശാന്ത പറഞ്ഞു. മഹാപ്രതിഭകളായിട്ടുള്ള എഴുത്തുകാരടുത്ത് ഇടപഴകാനും സംസ്കരിക്കാനും അതിനുള്ള ഒരു അവസരം എനിക്ക് ഈ അക്കാദമി ലൈബ്രറിയനായി വന്നപ്പോഴാണ് കിട്ടിയത്. 14 വർഷം അക്കാദമി ലൈബ്രറിയിലെ 4th ഗ്രേഡ് ലൈബ്രറിയനായിട്ട് 2020 എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയനായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ അത് എനിക്ക് എന്നിൽ അർപ്പിതമായ കുറേ ജോലികൾ ചെയ്തു തീർക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായതിന് പുറത്ത് ഞാൻ കോഹ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടുത്തെ അക്കാദമിയിലെ 1.5 ലക്ഷത്തിലധികം പുസ്തകങ്ങളുടെ കാറ്റലോഗ് മുഴുവൻ പൊതുസമൂഹത്തിന് ലഭ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമൊക്കെ ചെയ്തു. ഇപ്പോൾ സമൂഹത്തിലെ ഏത് ഭാഗത്തിരുന്നാലും ആർക്കും അക്കാദമി ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളുടെ കാറ്റലോഗ് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ കഴിയണത് എന്തെങ്കിലും ചെയ്യാമെന്ന് ഉള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. 2007 ഞാൻ കേരള സാഹിത്യ അക്കാദമിയിലെ ലൈബ്രറി ആയിട്ട് സർവീസിൽ പ്രവേശിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ പല ലൈബ്രറികളിലും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അക്കാദമി ലൈബ്രറിയിൽ വന്ന ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ലൈബ്രറികളിലും ഓരോ പുസ്തകങ്ങളും എല്ലാവരും നമ്മുടെ കയ്യിലൂടെ മറിച്ച് പോകുന്നുണ്ട്. നമ്മൾ ഇന്ന ആളാണ് ഇത് എഴുതിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കൂടി അങ്ങനെയുള്ള എഴുതിയ ആൾക്കാരെ നേരിട്ട് കാണാനും അവരായിട്ട് സംസാരിക്കാനും ഇടപെടാനൊക്കെ ഉള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത് അക്കാദമി ലൈബ്രറിയിൽ വന്നതാണ്. സുകുമാർ അഴീക്കോട്, M.T. വാസുദേവൻ നായർ, ONV കുറുപ്പ്, നടനും കവിയുമായ മുല്ലനേഴി, M. മുകുന്ദൻ, വൈശാഖൻ, അശോകൻ ചെരുവിൽ, K. സച്ചിദാനന്ദൻ, ബെന്യാമിൻ, CV ശ്രീരാമൻ തുടങ്ങിയ പ്രതിഭകളെ അടുത്തറിയുകയും അവരുടെ കയ്യൊപ്പോടുകൂടിയ പുസ്തകങ്ങൾ ഇതിനകം ശേഖരിച്ച് സൂക്ഷിക്കുന്നുമുണ്ട് ശാന്ത. ചാലിശ്ശേരി പൊട്ടംകുളങ്ങര പരേതനായ കോരൻ കാളി ദമ്പതിമാരുടെ 5 മക്കളിൽ 3ാമത്തെ മകളായ ശാന്ത ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും തുടർന്ന് ഗുരുവായൂർ LF കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ബിരുദവും കോഴിക്കോട് സർവകലാശാലയിൽ നിന്നായി MSc സുവോളജിയും ലൈബ്രറി സയൻസ് ബിരുദവും നേടി. മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ കോളേജിൽ നിന്ന് ലൈഫ് സയൻസിൽ B.Ed, സുവോളജിയിൽ സെറ്റ്. 2008 അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബിരുദാനന്തര ബിരുദം. ഇതേ വിഷയത്തിൽ UGC നെറ്റ് പരീക്ഷയും ശാന്ത പാസായി. കൊടുങ്ങല്ലൂർ MES സ്കൂൾ, പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജ്, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടിക്കൾച്ചറൽ കോളേജ്, ഒറ്റപ്പാലം മുനിസിപ്പൽ ലൈബ്രറി, കോഴിക്കോട് കിർത്താഡ്സ്, കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ, പട്ടാമ്പി ഹൈസ്കൂൾ, കൊപ്പം കരുണ TTI കോളേജ്, വളാഞ്ചേരി മർക്കസ് TTI കോളേജ് എന്നീ വിവിധയിടങ്ങളിലെ സേവനത്തിന് ശേഷമാണ് 2007 ഏപ്രിലിൽ
കേരള സാഹിത്യ അക്കാദമിയിൽ ലൈബ്രറിയൻ ഗ്രേഡ് 4 ആയി ജോലി ലഭിച്ചത്. 2021 പ്രൊമോഷൻ ലഭിച്ചതോടെയാണ് അക്കാദമി രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയനായി മാറി പുതുചരിത്രമായത്. 18 വർഷത്തെ സേവനത്തിന് ശേഷം ശാന്ത മെയ് മാസം വിരമിക്കും. വിരമിച്ച ശേഷം ഏറെ ഇഷ്ടപ്പെടുന്ന ഗ്ലാസ് പെയിന്റിംഗ്, ഫ്ലവർ മേക്കിംഗ്, ബോട്ടിൽ ആർട്ട് എന്നിവയിൽ സജീവമാകാനാണ് ഇവരുടെ ആഗ്രഹം. സോളമൻ മാണി ഭർത്താവാണ്. PG ഡിപ്ലോമ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് PG ഡിപ്ലോമ വിദ്യാർത്ഥിനി ലക്ഷ്മി സോളമൻ ഏക മകളാണ്. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം.